കെയർ ആൻഡ് സേഫിന്റെ പ്രൊഡക്റ്റ് ഓൺലൈനായി എങ്ങനെ പർച്ചേസ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം രജിസ്റ്റർ അഥവാ സൈൻ ഇൻ ചെയ്യാനുള്ള ലിങ്കിൽ കയറണം. തുറന്നു വരുന്ന ഇന്റർഫേസിൽ റെഫറൽ യൂസർ ഐഡിയും റെഫറൽ നെയിമും കാണുന്നതായിരിക്കും. തുടർന്ന് നെയിം, ജെൻഡർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവ പൂരിപ്പിച്ച് സൈൻ അപ്പ് ചെയ്യേണ്ടതാണ്. സൈനിങ്ങിന് ശേഷം സ്ക്രീനിൽ തെളിയുന്ന വിവരങ്ങൾ കൺഫേം ചെയ്ത് ഉറപ്പുവരുത്തുക. കൺഫർമേഷന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കാണാവുന്നതാണ്. അതിനാൽ ഈ യൂസർ നെയിമും പാസ്വേഡും സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയോ നോട്ട് ചെയ്ത് വയ്ക്കുകയോ ചെയ്യുക. ഓർത്തുവയ്ക്കുക, ഈ യൂസർ നെയിമും പാസ്വേഡുമായിരിക്കും പിന്നീടുള്ള ഓരോ പർച്ചേസിനും നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. സൈനിങ്ങിലൂടെ കിട്ടിയ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഡാഷ്ബോർഡിൽ കാണാവുന്നതാണ്. പ്രൊഫൈലിന് താഴെ KYC ഡീറ്റെയിൽസിന്റെ ഓപ്ഷൻ കാണാം. ജോബോ ബിസിനസ്സോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ KYC ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. എന്നാൽ പ്രോഡക്റ്റ് മാത്രം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ KYC ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതില്ല. KYC ഡീറ്റെയിൽസ് ആവശ്യമില്ലാത്തവർക്ക് ഡാഷ്ബോർഡിൽ ഹോമിൽ പോയി പർച്ചേസ് ചെയ്യാം. ഡാഷ്ബോർഡിൽ KYC ഡീറ്റെയിൽസിന് താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ റെഫറൽ ലിങ്ക് കാണാവുന്നതാണ്. ആ ലിങ്കിൽ കൂടിയാണ് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നത്. KYC ഡീറ്റെയിൽസ് കൊടുക്കേണ്ടവരാണെങ്കിൽ KYC ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പ്രൊഫൈൽ പേജ് വരും. അതിൽ എഡിറ്റ് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന പേജിൽ പേഴ്സണൽ ഇൻഫോർമേഷനായ ഇമെയിൽ, മൊബൈൽ, അഡ്രസ്, കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, സിപ്പ് കോഡ് എന്നിവ ആഡ് ചെയ്ത് അപ്ഡേറ്റ് കൊടുക്കുക. പേഴ്സണൽ ഇൻഫോർമേഷൻ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൽ ബാങ്ക് നെയിം, ബ്രാഞ്ച് നെയിം, അക്കൗണ്ട് നമ്പർ, IFSC കോഡ് എന്നിവ ആഡ് ചെയ്തതിന് ശേഷം ബാങ്ക് പ്രൂഫായ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് ഫോട്ടോ ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ശേഷം KYC ഡീറ്റെയിൽസ് ആയ പാൻ നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. കൂടാതെ പാൻ പ്രൂഫായ പാൻ കാർഡിന്റെ ഫ്രണ്ട് പേജ് ഫോട്ടോ ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കൂടാതെ ആധാർ പ്രൂഫായ ആധാർ കാർഡിന്റെ ഫ്രണ്ട് പേജ് ഫോട്ടോ ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്നും സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. KYC ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം പർച്ചേസ് ഓപ്ഷനാണ്. അതിനുവേണ്ടി ഹോമിൽ കയറണം. അതിനുവേണ്ടി സ്ക്രീനിൽ വലതുവശത്ത് മുകളിൽ കാണുന്ന ഹോമിന്റെ യെല്ലോ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിന്റെ പിക്ചറും അതുപോലെ ബൈ നൗ ഓപ്ഷനും കാണാം. അതിനുശേഷം ബൈ നൗവിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആഡ് ടു കാർട്ട് ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യണം. ശേഷം ഗോ ടു കാർട്ടിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം മുകളിൽ വലതുവശത്തായി കാർട്ടിന്റെ സിമ്പലിൽ നോട്ടിഫിക്കേഷൻ വന്നു കിടക്കുന്നതായി കാണാം. അതിനുശേഷം നോട്ടിഫിക്കേഷൻ വന്നു കിടക്കുന്ന കാർട്ടിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം വരുന്ന പേജിൽ ക്വാണ്ടിറ്റി കൊടുക്കുവാനുള്ള ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം പ്രോഡക്റ്റിന്റെ പ്രൈസ്, ഷിപ്പിംഗ് ചാർജ്, ഗ്രാൻഡ് ടോട്ടൽ എന്നിവ കാണാം. തുടർന്ന് പ്രൊസീഡ് ടു ചെക്ക്ഔട്ട് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാം. ഇനി നിങ്ങൾക്ക് പേയ്മെന്റ് ഓപ്ഷനാണ് ഉള്ളത്. പേയ്മെന്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് 3 രീതിയിൽ പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. ഒന്നാമതായി സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. രണ്ടാമതായി കമ്പനിയുടെ ഫോൺ നമ്പർ ആഡ് ചെയ്ത UPI ID കോപ്പി ചെയ്ത് ഓട്ടോമാറ്റിക്കലി കമ്പനിയുടെ ഗൂഗിൾ പേയുടെ എൻട്രി ലഭിക്കും. അതിൽ പേ എനിവൺ എന്ന ഓപ്ഷനിൽ ടച്ച് ചെയ്ത് ഈ നമ്പർ പേസ്റ്റ് ചെയ്ത് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ UPI IDയിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ വഴി ഗൂഗിൾ പേയിൽ നേരിട്ട് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്.
ഇതുകൂടാതെ നീലക്കോളത്തിൽ കാണുന്ന കോപ്പി UPI ID കോപ്പി ചെയ്ത് ഗൂഗിൾ പേയിൽ പേ എനിവൺ എന്ന ഓപ്ഷനിൽ പേസ്റ്റ് ചെയ്ത് പേയ്മെന്റ് ചെയ്യാവുന്നതുമാണ്. പേയ്മെന്റ് നടത്തിയതിനു ശേഷം ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ റെസിപ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുത്തു വെക്കേണ്ടതുണ്ട്. തുടർന്ന് ട്രാൻസാക്ഷൻ ID എൻ്റർ ചെയ്യുക. ശേഷം പേയ്മെന്റ് ഡേറ്റിൽ ടച്ച് ചെയ്താൽ വരുന്ന കലണ്ടറിൽ നിന്ന് പേയ്മെന്റ് നടത്തുന്ന ഡേറ്റ് സെലക്ട് ചെയ്ത് ഡേറ്റ് സെറ്റ് ചെയ്യുക. തുടർന്ന് ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തു വച്ചിരിക്കുന്ന ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ റെസിപ്റ്റിന്റെ ഇമേജ് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. തുടർന്ന് കൺഫേം പേയ്മെന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കൺഫേം പേയ്മെന്റ് കൊടുത്തതിന് ശേഷം വരുന്ന പേജിൽ ഇടതുവശത്ത് ആഡ് ന്യൂ ഡെലിവറി അഡ്രസ് വരും. അതിൽ നമ്മുടെ ഫുൾ അഡ്രസ്സും പിൻകോഡും ലാൻഡ്മാർക്കും സഹിതം കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. ആ അഡ്രസ്സിലേക്കായിരിക്കും ഡെലിവറി ചെയ്യുക. ശേഷം ചെക്ക് ഔട്ട് കൊടുക്കുക. അപ്പോൾ യുവർ അക്കൗണ്ട് ഹാസ് ബീൻ പർച്ചേസ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് മെസ്സേജ് വരും. ഈ രീതിയിലാണ് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യേണ്ടത്.